രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ ആദ്യ അമേരിക്കൻ സന്ദർശനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ശക്തമായ ഒരു വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. BJP അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സിഖ് മതസ്ഥരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ മൗനം വെടിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ ഉള്ളു തുറന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. BJP കള്ളം പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുന്നു. തൻ്റെ പരാമർശത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരുന്നു. BJP നേതാക്കളുടെ പരാതിയിൽ ഛത്തീസ്ഗഡിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. First of all, you have to understand what the fight is about. Fight is not about politics. That is superficial. What is your name? Brother, here with the turban. What is your name? Balinder Singh. The fight is about whether he, as a Sikh, is going to be allowed to wear his turban in India. Or he, as a Sikh, is going to be allowed to wear a kada in India. Or he, as a Sikh, is going to be able to go to a Gurdwara. That's what the fight is about. And not just for him, for all religions. And what the RSS is basically saying is that certain states are inferior to other states. Certain languages are inferior to other languages. Certain religions are inferior to other religions. Certain communities are inferior to other communities. This is what the fight is about. We are of the opinion that whether you are from Punjab, Haryana, Rajasthan, Madhya Pradesh, all of you have your history, all of you have your tradition, all of you have your language, and every single one of them is as important as any other one. The fight is about what type of India we are going to have. Are we going to have an India where people are allowed to believe what they want to believe? People are allowed to respect what they want to respect, say what they want to say, listen to what they want to hear? Or are we going to have an India where only few limited people can decide what is going to happen? And the problem is these people don't understand India. वो समझ ही नहीं आती उनको. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പതിവ് പോലെ BJP നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അവർക്ക് സത്യം സഹിക്കാനാകാത്തതിനാൽ എന്നെ നിശബ്ദനാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ നിർവചിക്കുന്ന മൂല്യങ്ങൾക്കായി ഞാൻ എപ്പോഴും ശബ്ദമുയർത്തും. നാനാത്വത്തിലും സമത്വത്തിലും സ്നേഹത്തിലും നമ്മുടെ ഏകത്വം. രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ സിഖ് സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് ചോദിക്കണം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഓരോ സിഖുകാർക്കും ഓരോ ഇന്ത്യക്കാരനും അവരുടെ മതം ഭയമില്ലാതെ സ്വതന്ത്രമായി ആചരിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യമാകേണ്ടതല്ലേ ഇന്ത്യ? അങ്ങനെയും രാഹുൽ ഗാന്ധി എക്സിൽ ചോദിച്ചു. ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ച് ഗുരുദ്വാറിലേക്ക് പോവാൻ സാധിക്കുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. സെപ്റ്റംബർ 10 വാഷിംഗ്ടൺ DC-യിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിൻ്റെ ഈ വാക്കുകൾ. സംവരണത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിലും BJP നേതാക്കന്മാർ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വിവാദമുയർന്ന കുറേ നാളുകളിൽ നിശബ്ദത പാലിച്ച രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ തന്നെ തൻ്റെ അഭിപ്രായം, അതിനോടുള്ള തൻ്റെ പ്രതികരണം എക്സിലൂടെ കുറിച്ചിരിക്കുകയാണ്.